വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഇരിക്കുന്നത് പമ്പ നദിയിലാണ്. പെരുന്തേനരുവിയുടെ തൊട്ട് താഴെയുള്ള മനോഹരമായ പ്രദേശം. എൻ്റെ സുഹൃത്ത് ജിജോ റാന്നിയുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രദേശമാണിത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ പറക്കാനാണ്. ഇതിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വുഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ചതുക്കിച്ച് പോയിട്ട് ഇത് വളരെ ഹാർഡായിട്ടിരിക്കുന്ന തടിയുടെ കഷ്ണങ്ങളാണ്. ഇതിന് ഡ്രിഫ്റ്റ് വുഡാണ് പറയുന്നത്. ഇത് നമ്മൾ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഓർക്കിഡ് പോലുള്ള ചെടികൾ ഫിറ്റ് ചെയ്യാൻ ഒക്കെ നല്ല സംഗതികളാണ്. ഇത് നമ്മൾ അക്വേറിയം ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കിലോയ്ക്ക് ഏകദേശം 400-600 രൂപയൊക്കെയാണ് അവർ വാങ്ങുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത് പുഴകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ പല തരത്തിലുള്ള ഡ്രിഫ്റ്റ് വുഡുകൾ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ തപ്പിപ്പിടിച്ച കുറേ ഡ്രിഫ്റ്റ് വുഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു സാധനം ഇപ്പോൾ കാണിച്ചു തരാം. ഇതിവിടെ ഇരിക്കട്ടെ, ഒഴുകി പോകാൻ നോക്കണം. ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ഒരു സാധനമാണ്. കൊള്ളാവോ? എങ്ങനെയുണ്ട് സാധനം? ഒരു കൊഞ്ചിൻ്റെ ഒക്കെ രൂപയില്ലേ കിട്ടിയ മുളയുടെ പിന്നെ വേരാണ്. ഇത് വെള്ളത്തിൽ താന്ന് കിടന്ന് കിട്ടിയതാണ്. നമുക്ക് നല്ല സ്റ്റൈലായിട്ടുള്ള സാധനം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓർക്കിഡൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ എയർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തെടുക്കാം. കൊള്ളാം അല്ലേ? ഭയങ്കര രസമുണ്ട്. അപ്പം ഇത് നമുക്ക് കിട്ടിയ എനിക്ക് വളരെ സന്തോഷമാണ്. ഇത് കിട്ടിയ സംഗതി വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തപ്പി നടന്നപ്പോൾ നമ്മൾ കാലിൽ തടഞ്ഞതാണ്. അപ്പം എന്താണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡിൽ നമ്മൾ ചെയ്തേക്കുന്ന കുറേ സംഗതികൾ നമ്മൾ പിന്നെ കാണിക്കും. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഒരു സംഗതി എന്തുവാണെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ്, കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ സാധാരണ തടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകി പോകും. ഈ സാധനം നോക്കിയോ, ഈ സാധനം താന്നാണ്, കണ്ടോ? താന്ന് കിടക്കും. ഇതാണ് ശരിക്കും താന്ന് പോയേക്കാണ്. ഇത് നല്ല ഒഴുക്കുള്ളത് കൊണ്ടാണ് ഒഴുകുന്നത്. പക്ഷെങ്കിൽ ഒരിക്കലും നമ്മുടെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇത് പൊന്തി വരത്തില്ല. ഇതിനെയാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. കണ്ടോ? വെള്ളത്തിന് ഉള്ളിൽ താന്ന് കിടക്കുന്ന സാധനമാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഇത് ഒരു കമ്പാണ്. ഇത് വലിയ വെയിറ്റ് ഇല്ല. ഇത് വെളിയിൽ കിടന്നേ കൊണ്ടാണ്. എന്നാലും ഇത് താന്ന് കിടക്കുന്നുണ്ട്. കണ്ടോ? താന്ന് കിടക്കുന്നത് കണ്ടോ? ഇതാണ് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയുന്ന സാധനം. ഇതിന് നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും പോളിഷ് ചെയ്തില്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് നശിച്ചു പോകത്തില്ല കേട്ടോ. ഇത് ഒരു ചതിലോ ചതുക്കോ ഒന്നും പിടിച്ച് നശിച്ചു പോകത്തില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സംശയമുള്ളവർക്ക് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം. അതിന് എല്ലാവർക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 നന്ദി. താങ്ക്